നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നത്, അഥവാ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ഇത്. ഭഗവാനുമായി ബന്ധപ്പെട്ട വീഡിയോ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുവാൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നത്. ഇത് ആർക്കും ഏതൊരു സമയത്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിന് പ്രത്യേകമായ ശുദ്ധി കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടില്ല. പൂജയോ മന്ത്രങ്ങളോ ആവശ്യമുള്ളതല്ല. ഇതിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ വിശ്വാസമാണ്. ഏവർക്കും മഹാദേവനെ അറിയാം. ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ പരമശിവൻ. ഒരൽപ്പം ജലം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പോലും അതിൽ പ്രസാദിക്കുന്ന ദേവനാണ് മഹാദേവൻ. അത്തരത്തിൽ മഹാദേവനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയായി പരാമർശിക്കാം. ഞാനിവിടെ കാണിക്കാൻ പോകുന്നതായ ഒരു ചിത്രത്തിലേക്ക്, ആ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതായ ആ ശബ്ദത്തിനും പ്രാധാന്യമുണ്ട്. ഭഗവാന്റെ ചിത്രവും അതോടൊപ്പം ശബ്ദവും, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരേ സമയം ശ്രദ്ധിക്കണം. ഈ സമയം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ശ്രദ്ധ ഈ കാര്യത്തിൽ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നുവോ അതാണ് നിങ്ങളുടെ വിജയം. അതിനനുസരിച്ചായിരിക്കും നിങ്ങളിലേക്ക് ഫലം കടന്നു വരിക. നിങ്ങളുടെ ശ്രദ്ധ അത് എത്രമാത്രം, ഏകാഗ്രത എത്രമാത്രമുണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളിലേക്ക് ഫലങ്ങൾ വന്നു ചേരുക. അതിനാൽ നിങ്ങൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 10 മുതൽ 15 സെക്കൻഡ് വരെ മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കി, എത്ര ആകുലതയോ സന്തോഷങ്ങളോ ഉണ്ട് എങ്കിൽ അതെല്ലാം നിങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും ഭഗവാനിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ പോസിറ്റീവായ ഊർജം തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കുള്ള, ആഗ്രഹ സാഫല്യങ്ങൾക്കുള്ള ഒരു സൂചന തന്നെയാണ്. ഇത് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ഈ വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് വന്നതുപോലും നിങ്ങൾക്ക് ആ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടുത്തിരിക്കുന്നു എന്ന സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കാം. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം ആദ്യമേ നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ ആദ്യം നിങ്ങളൊരു തീരുമാനത്തിലെത്തണം. ഏതാണോ നിങ്ങൾക്ക് ഇപ്പോൾ നടന്ന് കിട്ടേണ്ടതായ ഒരു ആഗ്രഹം, ആ ആഗ്രഹം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നാൽ ഈ ആഗ്രഹം മനസ്സിൽ വിചാരിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ തീർച്ചയായും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു ആഗ്രഹം മറ്റൊരു വ്യക്തിക്ക് ദോഷമായി തീരുന്ന ആഗ്രഹം ആകുവാൻ പാടുള്ളതല്ല. ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സന്തോഷവും ഉയർച്ചയും നൽകുന്നതായ ഒരു ആഗ്രഹമായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കത് അനുകൂലമായി തീരാവുന്ന, വളരെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ആഗ്രഹമായിരിക്കണം. ഒരിക്കലും അവിശ്വാസത്തോടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെടുവാൻ പാടുള്ളതല്ല. പൂർണ്ണമായ വിശ്വാസം തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. പൂർണ്ണമായും വിശ്വസിച്ച് ഈ ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിക്കണം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെയാണ് ഫലസിദ്ധി നിങ്ങളിലേക്ക് കടന്നു വരിക. അപ്പോൾ ഏവരും ഒരു നിമിഷം ഏകാഗ്രതയോടെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിലേക്ക് ഒരു ആഗ്രഹത്തെ കൊണ്ടുവരിക. ഏവരും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഈ ആഗ്രഹം നിങ്ങൾക്ക്
അത്രമേൽ അനിവാര്യമാണ് എന്നും അത് ജീവിതത്തിൽ നടന്ന് കിട്ടേണ്ടത് അനിവാര്യമാണ് എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുക. ക്ഷിപ്രപ്രസാദി കൂടിയായ ഭഗവാൻ ഈ ആഗ്രഹം പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നടത്തി തരണം എന്ന് നിങ്ങൾ ഭഗവാനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഏവരും ഒരു നിമിഷം ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഭഗവാനെ ഒരു നിമിഷം പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിവിടെ കാണിക്കാനായി പോകുന്ന ആ ചിത്രത്തിലേക്ക് ഒരു 15 സെക്കൻഡ് തന്നെ എല്ലാം മറന്ന് നിങ്ങൾ ഏകാഗ്രതയോടെ ആ ചിത്രത്തിലേക്ക് നോക്കണം. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ശബ്ദം വരും. ആ ശബ്ദത്തിന് അത്രമേൽ പ്രാധാന്യവുമുണ്ട്. ആ ശബ്ദവും ആ ചിത്രവും മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കുക. ഏവരും ഭഗവാന്റെ ചിത്രവും ശബ്ദവും കേട്ടു എന്ന് കരുതുന്നു. ഇനി ഏവരും ചെയ്യേണ്ടതായ കാര്യം, നിങ്ങൾ ഏകാഗ്രതയോടെ തന്നെയാണോ കേട്ടത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി അഥവാ അപ്രകാരം സംഭവിച്ചില്ല, നിങ്ങൾക്ക് മറ്റേതെങ്കിലും ചിന്ത അല്ലെങ്കിൽ ഒരു നിമിഷം ഏകാഗ്രതയ്ക്ക് ഭംഗം സംഭവിച്ചു എങ്കിൽ ചെയ്യേണ്ടതായ കാര്യം വീണ്ടും ഇത് ആരംഭിക്കുക എന്നുള്ളതാണ്. അതായത് വീണ്ടും മനസ്സിലേക്ക് ഒരു ആഗ്രഹം ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ആഗ്രഹം വീണ്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. ശേഷം വീണ്ടും ഭഗവാനോട് നിങ്ങൾ ആ ആഗ്രഹം നടക്കണം എന്ന് പ്രാർത്ഥിക്കണം. ശേഷം വീണ്ടും ഈ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. എന്നാൽ ആദ്യം കേട്ടപ്പോൾ ഏകാഗ്രത നഷ്ടപ്പെട്ടു എങ്കിൽ ആ ആഗ്രഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ തടസ്സങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നും അർത്ഥമാക്കാം. എന്നാൽ പരിശ്രമങ്ങളിലൂടെ അത് നേടിയെടുക്കുവാൻ സാധിക്കും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ വീണ്ടും ഒന്നുകൂടി നിങ്ങൾ ചെയ്യുക. ഏവരും ഈ ഒരു ശബ്ദവും ഭഗവാന്റെ ചിത്രവും ഏകാഗ്രതയോടെ കേട്ടിട്ടുണ്ട്, കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും അനുകൂലമായി തന്നെ ആ കാര്യങ്ങൾ കടന്നു വരും എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നതായ ഈ ഒരു കാര്യം ഇവിടം കൊണ്ട് നിങ്ങൾ മറക്കേണ്ടതാണ്. നിങ്ങൾ ഇനി ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ പ്രയത്നങ്ങളിലേക്ക് കടക്കുക. ഇപ്രകാരം ഒരു കാര്യം ചെയ്തു എന്ന് നിങ്ങൾ ഇനി ആലോചിക്കേണ്ടതായിട്ടില്ല. അത് ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് ആ കാര്യം കൊണ്ടുവരും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ തന്നെ ഭഗവാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഈ കാര്യം ഇപ്രകാരം പ്രവർത്തിച്ചു എന്ന് അറിയാതെ പോലും നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് പറയേണ്ടതായിട്ടില്ല. വിശ്വാസവും നഷ്ടപ്പെടേണ്ടതായിട്ടില്ല. അതായത് നാളെ തന്നെ ഈ കാര്യം ലഭിച്ചില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. നിങ്ങൾ ഈ ഒരു കാര്യം ഇപ്പോൾ മറന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. തീർച്ചയായും ഈ ഒരു സമയം ഇത് മറന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.